സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന്. ഇവിടെയും സംഭവിക്കുക അത് തന്നെയാണ്. ഈ കുഞ്ഞിനെ ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി സ്വർഗം തുറക്കപ്പെടും. പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വരും. സ്വർഗത്തിൽ നിന്നും അശരീരിയായ ശബ്ദമുണ്ടാകും, ഈ മകൾ എന്റേതാണ് എന്ന്. അതാണ് ഈ കൂദാശയുടെ അർത്ഥം എന്ന് പറയുന്നത്. നിക്കോളാസ് കസാന്തിസാക്കിസ് എന്ന് പറയുന്ന ഗ്രീക്ക് നോവലിസ്റ്റിന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, എൽ ഗ്രേക്കോ എന്ന കഥയുടെ പേര്. ആ കഥ ഇങ്ങനെയാണ്: ഒരു നാട്ടിൻപുറത്ത് വാർഷികത്തിന് ഈശോയുടെ ചരിത്രം, യേശു ചരിത്രം അവിടുത്തെ ചെറുപ്പക്കാര കുട്ടികൾ പഠിച്ച് അഭിനയിച്ചു, നാടക രൂപത്തിൽ അഭിനയിച്ചു. ഈശോയുടെ റോൾ എടുത്തിരുന്ന ചെറുപ്പക്കാരൻ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു. നാടകമെല്ലാം കഴിഞ്ഞു, അരങ്ങൊഴിഞ്ഞു, വേഷവിധാനങ്ങളൊക്കെ അടിച്ചു മാറ്റി അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി. എന്നാൽ ഈശോയുടെ റോൾ അഭിനയിച്ച ചെറുപ്പക്കാരന് അങ്ങനെ വേഷമഴിച്ചു വെച്ചത് കൊണ്ട് ഈശോയിൽ നിന്ന് മുക്തനാകുവാൻ കഴിഞ്ഞില്ല. അവന് ഒരു തരം ഈശോ ജ്വരം ഉണ്ടായി, ക്രൈസ്റ്റ് പൊസഷൻ ഉണ്ടായി. അവൻ പിന്നീട് അങ്ങോട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമെല്ലാം ഈശോയെ പോലെയാണ്. ഈശോയുടെ ധാർമ്മിക സങ്കല്പങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഉടനെ അവൻ പ്രതികരിക്കും, എല്ലായിടത്തും പ്രതികരിക്കും. ധാർമ്മികമായ എന്തെങ്കിലും ലംഘനം ഉണ്ടായാൽ ഇങ്ങനെ ഇവനെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യമായി. അവസാനം അവർ മടുത്തിട്ട് അവനെ തല്ലിക്കൊന്നു. അവരുടെ പ്രശ്നം കേൾക്കുവാനായി. പ്രിയമുള്ളവരെ, മാമോദീസായുടെ പേര് ബാപ്റ്റിസം എന്ന് പറഞ്ഞാലും അത് പറയേണ്ട വാക്ക് ക്രിസ്സനി എന്നാണ്. ക്രിസ്സനി ക്രിസ്തുവൽക്കരണം എന്ന്. മാമോദീസായോടെ ഒരു കുഞ്ഞ് ക്രിസ്സനിലേക്ക് സംഭവിക്കുന്നു. ആ കുഞ്ഞിലെ അവന് അവന്റെ ക്രിസ്തുവൽക്കരണം നടക്കുന്നു. അവൻ ക്രിസ്തുവിലേക്ക് വളരുന്നു, ക്രിസ്തു അവനിൽ വളരുന്നു. അതാണ് സംഭവിക്കുന്നത്. ക്രിസ്സനിങ്ങിന്റെ അർത്ഥം അതാണ്. പ്രിയമുള്ളവരെ, നാടകത്തിലെ ചെറുപ്പക്കാരന് ക്രിസ്തു ജ്വരം ബാധിച്ചവൻ പ്രതികരിച്ചതുപോലെ ഒന്നും ചെയ്തില്ലെങ്കിലും മാമോദീസ മുഖ്യവരായിട്ടിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ അഭിഷേകം, ക്രിസ്തു ജ്വരം ഉണ്ടാകേണ്ടവരാണ് വ്യക്തി ജീവിതത്തില്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ക്രിസ്തുവിലേക്ക് വളർത്തുക, അവിടെ ക്രിസ്തു ജ്വരം ഉളവാക്കുക. അതിന് പേരൻസിന്റെ വ്യക്തിത്വത്തിൽ ക്രിസ്തു ജ്വരം സംഭവിക്കണം. അങ്ങനെ ഈ കുഞ്ഞിനെ ക്രിസ്തുവിലേക്ക് വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്വമാണ്, ക്രിസ്ത്യനിങ് ആണ് ഇവിടെ നടക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കുഞ്ഞിനൊരു പുതിയ ഐഡന്റിറ്റി ലഭിക്കുന്നു. എന്താണത്? ക്രൈസ്റ്റ് ഐഡന്റിറ്റി.